കൊലപാതകങ്ങൾ ഉൾപ്പെടെ പല കുറ്റങ്ങളും ചെയ്തവനാണ് ഞാൻ. ഒരു കൊലപാതകത്തിൽ പ്രതിയായപ്പോഴേക്കും നീ ഇങ്ങനെ എന്റെ സഹോദരിയെ കാണാനൊക്കെ എന്നെ ശേഖരൻ കൂട്ടൻ ചേർന്ന് ഈ കേസിൽ കുടുക്കി. നിരപരാധിയായി ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്റെ സഹോദരിയും കുടുംബവും എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ ചതിച്ചവരോട് പ്രതികാരം ചെയ്യാതെ എനിക്ക് സമാധാനമാകില്ല. ഗോപി, ശേഖരനോട് പ്രതികാരം ചെയ്യാനുള്ള നിന്റെ ആവേശം ഞാൻ മനസ്സിലാക്കി. പക്ഷേ നിന്റെ ശത്രുക്കൾ സ്വതന്ത്രരാണ്. അവർ കെട്ടിച്ചമയ്ക്കുന്ന തെളിവുകൾക്ക് മുമ്പിൽ നീ തീർച്ചയായും കൊലപാതകയായി മാറും. നാളെ നമ്മളെ രണ്ടുപേരെയും ജയിലിലേക്ക് മാറ്റും. പിന്നെ വർഷങ്ങളോളം നിനക്ക് ആ ഇരുമ്പഴികൾക്കുള്ളിൽ നിന്നും മോചനമുണ്ടാവില്ല. കാലതാമസം എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ സ്വതന്ത്രനാകുന്ന ദിവസം എന്റെ ശരീരത്തിൽ ജീവന്റെ ഒരു അംശമുണ്ടെങ്കിൽ അവനെ ഞാൻ നശിപ്പിക്കും. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം സാധിക്കാൻ അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. സുശീലേ, സുശീലേ, നിനക്ക് എന്തു പറ്റി? നീ എന്താ വല്ലാതിരിക്കുന്നത്? മോന് എന്തു പറ്റി? മോന് നല്ല സുഖമില്ല അമ്മാവ. രാഘവൻ വന്നില്ലേ? എല്ലാം ഞാൻ പറയാം. ഗോപി എവിടെ? ഗോപി ഇന്നലെ നിന്റെ ടെലഗ്രാം കിട്ടിയനുസരിച്ച് അങ്ങോട്ട് പുറപ്പെട്ടല്ലോ. എന്ത് പറ്റി മോളെ? അയ്യോ, എല്ലാം തകർന്നു അമ്മാവ, എല്ലാം തകർന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ വരൂ, ഇരിക്കൂ. ഈ മലയോരം കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ആലോചിക്കാനൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും. വെറുതെ ആയിക്കോളും. പോലീസ് നമ്മുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ഏറ്റവും വേഗത്തിൽ മലയുടെ അപ്പുറത്ത് നമുക്ക് എത്തണം. ഒരു പുറപ്പെടാം. ഇവനെ നമ്മുടെ കൂട്ടത്തിൽ എങ്ങനെ വിടുവോ? ഇവനെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെങ്ങനെ? ഇവന്റെ കൈവിട്ട് കളയാം. നരേന്ദ്ര, എന്തായി കാണിക്കുന്നത്? വേണ്ട, ഇവനൊരു പാവമാണ്. ഇവന് നമ്മളോട് രക്ഷപ്പെട്ടോട്ടെ. ഒരു
പോലീസ് നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല. ഇല്ല, ഇനി അവർക്കെന്നെ ജീവനോട് പിടിക്കാൻ കഴിയില്ല. ഇത് പിടിക്കൂ, പിടിക്കൂ. ഈ കൈവട്ടി മുറിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. ആ കാണുന്ന മലഞ്ചെരിവിലൂടെ നേരെ പോയാൽ മതി. നിങ്ങൾ ഗോപിയുടെ ആരാണ്? അമ്മാവനാണ്. ഗോപി ഇവിടെ വന്നില്ല അല്ലേ? സത്യം പറയണം. ഇല്ല, വന്നില്ല. ഗോപിയുടെ സഹോദരി എവിടെയാണെന്നും അറിഞ്ഞുകൂടാ? എനിക്കറിഞ്ഞുകൂടാ. ശരി, സുശീലയുടെ ഭർത്താവ് രാഘവനോ? എനിക്കറിഞ്ഞുകൂടാ സർ. അവൻ ഇവിടെ വന്നു പോയ ലക്ഷണമൊന്നും കാണുന്നില്ല സർ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഗോപി ഒരു കൊലപാതകിയാണ്. ഗോപിയോ? മാത്രമല്ല, അവൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് സത്യമാണോ സർ? അവൻ ഇനി ഇവിടെ വന്നാൽ ഞാൻ തന്നെ നേരിട്ട് അവനെ സാറിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. Come on.